നമസ്കാരം. മാമ്പടുത്ത ആണ്. ഇപ്പൊ എത്ര വയസ്സായി? 84 വയസ്സ്. എന്താ പേര്? മൂസ. മൂസ. ഇവിടെയാണോ? വേങ്ങര തന്നെയാണോ സ്വദേശം? ഇവിടെ തന്നെ ആണ്, ഇവിടെ തന്നെയാണ്. എന്താ ചെയ്തുകൊണ്ടിരുന്നത്? ഏർപ്പാട് പഴയ കാലത്ത് ബാംഗ്ലൂര്. ബാംഗ്ലൂരാ ആ. ജോലി ചെയ്തിരുന്നു? 50 കൊല്ലം. 50 കൊല്ലം അവിടെ ജോലി ചെയ്തിരുന്നു. ഇവിടെ ഇപ്പോ ഇവിടെ ഇപ്പൊ ഏർപ്പാടൊന്നുമില്ല. വീട്ടില് മക്കളൊക്കെ എന്ത് ചെയ്യണു? മക്കള് രണ്ടാളുണ്ട്. രണ്ടാളും ഹാപ്പി അല്ലേ? സന്തോഷല്ലേ? സന്തോഷം. എന്താണ് സന്തോഷാണ്. എങ്ങനെ പോണു അന്തരീക്ഷമൊക്കെ? അന്തരീക്ഷമൊക്കെ ഇപ്പൊ ഇത്തിരി ചൂടാണെങ്കിലും കുഴപ്പമില്ല. പോകുന്നുണ്ട്. മൊത്തത്തിൽ എങ്ങനെയാ അന്തരീക്ഷമൊക്കെ? ചൂടാണ്. ചൂടാണെങ്കിലും തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ശക്തമായിട്ട് ആരാണ് അനുകൂലം? ഇവിടെ ഇപ്രാവശ്യം ഞങ്ങൾ പിടിക്കും. വേറെ എന്താ ഇവിടെ വരാനുള്ളത്? UDF അല്ല LDF. UDFന്റെ കോട്ട ആയിക്കോട്ടെ. ഇപ്രാവശ്യം ഞങ്ങൾ മറിച്ചിടും. അങ്ങനെയാണോ? UDFന്റെ കോട്ട പിടിക്കാൻ സാധ്യതയുണ്ടോ? അല്ലല്ലല്ല, അത് വീട്ടിനെ മറിച്ചിടാൻ ഒരിക്കലും നമുക്ക് കാണാലോ. കാണാൻ എന്താ സാധ്യത? പൊട്ടിക്കും. ആരെ പൊട്ടിക്കും? UDF ആണോ? ഈ 80ാമത്തെ വയസ്സിൽ ഉറപ്പാണ്. മഞ്ചേരിയിൽ ജയിപ്പിച്ചു. അതന്നെ ഈ മണ്ഡലം. അങ്ങനെ ഒരു നിലപാട് വരാൻ എന്റെ കജ്ജി പിടിച്ച ആളാണ് ഹംസാക്ക. ഈ കൈ പിടിച്ചു. ഈ ചീനിമാരത്തിന്റെ വോട്ടിന് അപ്പൊ പിടിച്ചിരിക്ക. എന്താണ് ചങ്ങായി ഞാൻ പറഞ്ഞു റബ്ബേ ഒരു MP ആക്കി കൊടുക്കും റബ്ബേ. വോട്ട് എണ്ണിപ്പോ ഹംസാക്ക അതെ ഇതിനെ കണ്ടിട്ടില്ല. കണ്ടാ പറയും. വന്നാലോ നമ്മളെ ആരും ഒന്ന് കാണുന്നോ അവര് ജയിക്കണേന്ന് പറയും. അത്രേ ഉള്ളൂ നിലപാട്. അപ്പൊ എന്താ സാധ്യത? മൊത്തത്തിൽ ഇവിടെ UDFനാണ് ചാൻസ് കൂടുതലാണ്. ഇടതുപക്ഷത്തിനാണ് ഇടതുപക്ഷത്തിന് സാധ്യത കുറവാണ്. UDFന്റെ ഒരു കോട്ടയാണ്. അങ്ങനെയല്ല, കാരണം കഴിഞ്ഞ കാല സാഹചര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2004 പിന്നെ തുടരാൻ സാധ്യതയുണ്ട്. രാഷ്ട്രീയ സാഹചര്യം ഉണ്ട്. അങ്ങനെ ഒരു അടിയൊഴുക്ക് കാണുന്നില്ല. 100% ഒറ്റ ഒഴുക്കേ ഉള്ളൂ. അത് UDFിലേക്കുള്ള ഒഴുക്ക്. 2004 ഇവര് പിന്നെ നിസാറാക്കി കണ്ടിരുന്നു. 4 ആള് പുതിയാപ്പിള അവിടെ നടന്നിട്ടുണ്ട്. പക്ഷെ വോട്ടെണ്ണിയപ്പോ അങ്ങനെയല്ല കണ്ടത്. UDF ജയിക്കും. അപ്പൊ ഒഴുക്ക് UDFിലേക്കാണെന്നാണ് പറയുന്നത്. ഞാനൊരു വാർത്തയും കൂടി പറയാം കേട്ടോ. UDF പിണങ്ങരുത്. നിങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. കണ്ണൂരിൽ നിന്ന് വന്നൊരു വാർത്തയാണ്. കൗതുകകരമായ ഒരു വാർത്തയാണ്. അങ്ങനെ നമ്മൾ അതിനെ ചിരിച്ചു തള്ളിയാൽ മതി. ആ വാർത്ത അർജുൻ കല്യാട് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കും.